ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്ന് ഞാൻ ഹൈദരാബാദിൽ പോയിട്ട് വന്നിട്ട് ഉള്ള പെട്ടി പൊട്ടിക്കൽ സീനാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. പെട്ടി പൊട്ടിക്കൽ ഒരുപാട് സാധനങ്ങളൊന്നും വാങ്ങാനുള്ള സമയം നമുക്ക് കിട്ടിയില്ല. അതുകൊണ്ട് കുറച്ച് സാധനം മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. അപ്പൊ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ? അപ്പൊ എന്റെ പെട്ടിയിൽ എന്തൊക്കെയാ ഉള്ളത് നോക്കിയാലോ? പൊന്നസേ നോക്കാം. ആദ്യം ഞാൻ എടുക്കാൻ പോകുന്നത് ഹൈദരാബാദിൽ പോയിട്ട് മൈസൂരിന് സാധനം വാങ്ങിയ ആദ്യത്തെ ആൾക്കാർ ഞങ്ങളായിരിക്കും. കാരണം അവിടെ ഞങ്ങൾക്ക് ഷോപ്പ് ചെയ്യാനുള്ള സമയം കിട്ടിയില്ല. അതുകൊണ്ട് ഞങ്ങൾ മൈസൂർ വന്നപ്പോൾ കുറച്ച് സമയം ഞങ്ങൾക്ക് ബസ് വരാൻ വേണ്ടി കുറച്ച് സമയം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞങ്ങൾ മൈസൂരിന് ഒന്ന് ഷോപ്പ് ചെയ്തായിരുന്നു. അപ്പൊ അവിടുത്തെ സാധനങ്ങളാണ് ഞാൻ ആദ്യം കാണിക്കാൻ പോകുന്നത്. അത് മോളിൽ വെച്ചോണ്ട് അത് ആദ്യം എടുക്കുന്നത്. ആദ്യമായിട്ട് ഇത് ഒരു സാരിയാണ് കേട്ടോ. കണ്ടോ സാരി എങ്ങനെയുണ്ട്? കൊള്ളാലോ. ഇത് ഞാൻ അമ്മയ്ക്ക് ആർക്ക് വേണേലും എടുക്കാം. ഇങ്ങനത്തെ കളർ ഡാർക്ക് കളറാണല്ലോ അമ്മയ്ക്ക് ഇഷ്ടം. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ കളർ തപ്പി എടുക്കാനുള്ള ഒരു അവകാശം എനിക്ക് കിട്ടിയില്ല. അപ്പൊ ഞാൻ ഇത് എടുത്തു. ഇത് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടതോ എനിക്ക് അറിയില്ല. ഞാൻ കൊടുത്തു തുറന്നു നോക്കിയേക്കാം. ഇത് കൊള്ളാം കേട്ടോ. ഈ സാരി കൊള്ളാം അല്ലേ? ഇത് കോട്ടൺ അല്ല കേട്ടോ. ഇതിന് വെള്ള ബ്ലൗസ് ഇടാം. പോളിസ്റ്റർ അല്ല, ഷിഫോണാ. ഷിഫോൺ. ആദ്യം കണ്ട പുറത്ത് ഇത് ഫുൾ ഇത് ഈ സാധനം ഉണ്ടെന്നാ ഓർത്ത്. പക്ഷെ ഇത് ഇത്രയേ ഉള്ളൂ. കുഴപ്പമില്ല, ഈ സാരി കൊള്ളാം. അടുത്ത നമുക്ക് അടുത്ത സാരി കൂടെ ഒന്ന് പൊട്ടിച്ച് നോക്കാം. അപ്പൊ ഇങ്ങനെ ഒഴുകി കിടക്കുന്ന സാരി എപ്പോഴും പറയുന്നതുകൊണ്ടാണ് ഞാൻ ഇത് കടുകൾ ഞാൻ കൊടുത്തു. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നീല അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല കാഴ്ച, അതുകൊണ്ട് നീല ഞാൻ എടുക്കും. ഇത് കണ്ടോ? ഇതിനകത്ത് എന്താ? ഇതിനകത്ത് പച്ച, ഇതിന് പുറത്ത് ബീഡ് കാണാം. നമ്മള് സാരി രണ്ടും എടുക്കും. ഇനി അവിടെ എത്തിയപ്പോ ഞാൻ ഒരു സാധനം കൂടി വാങ്ങി. ഇതൊരു വളയാണ് കേട്ടോ. കാണാം, ഒരു വളയാണ്. അയ്യോ പോടാ, ആർക്ക് വേണമെങ്കിലും ഇടാം. അത് കുറെ ഉണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി വാങ്ങിയതാണ്. അങ്ങനെ പൊട്ടിയൊന്നും പോകത്തില്ല. അത് കണ്ടില്ലേ? ഇതിന് അകത്ത് പ്ലാസ്റ്റിക്കാ. ഇല്ലേ തിളങ്ങുന്ന നല്ല രസമുണ്ട്. അപ്പൊ അതാണ് വള. ഇനി അടുത്തത് ഞാൻ വാങ്ങിയത് ഇവിടെ ഒരാൾക്കുണ്ട്. ഇവിടെ ഒരാളുണ്ട്. ആ ആൾക്കാണ്. ഇത് ചേച്ചിക്ക്. എനിക്ക് കറക്റ്റാ. നോക്കട്ടെ, ചേച്ചിക്കാ. മൂന്നെണ്ണം ഒരുമിച്ച് വെച്ചേക്കാം. എനിക്ക് കറക്റ്റാ. പൊടിച്ച നല്ല രസമില്ലേ? എനിക്ക് കറക്റ്റ് അല്ലേ? ഇത് ചങ്കരനാ. നോക്കി കണക്കാണോ നോക്കി. ഇനി നമുക്ക് അടുത്തത് ആയിട്ട് നോക്കിട്ടു. അത് പിന്നെ അടിക്കണം. എന്നിട്ട് അടുത്ത് നമുക്ക് ഞങ്ങൾക്ക് ഹൈദരാബാദിൽ ഞാൻ പറഞ്ഞല്ലോ ഒന്നും മേടിക്കാനുള്ള സമയം കിട്ടിയില്ല. അതുകൊണ്ട് ഞങ്ങൾ മൈസൂർ വന്നിട്ടാണ് പിന്നെ സാധനങ്ങൾ മേടിച്ചത്. എന്തെങ്കിലും മേടിക്കണല്ലോ എന്ന് വിചാരിച്ചിട്ട് മേടിച്ചാണ്. അപ്പൊ മൈസൂർ എന്താണെങ്കിലും നമ്മൾ വാങ്ങുന്ന ഒരു സാധനമാണല്ലോ മൈസൂർ പാക്ക് എന്ന് പറയുന്നത്. അപ്പൊ അത് വാങ്ങിയിട്ടുണ്ട്. പിന്നെ വാങ്ങിയത് ഇതെന്താന്ന് വെച്ചാൽ അല്ല, ഇതെന്തോ ഒരു തിന്നുന്ന സാധനമാണ്. എന്താന്ന് വെച്ചാൽ ഇതിങ്ങനെ ഒരു ത്രികോണാകൃതിയിൽ ഇരിക്കുന്ന ഒരു സാധനം. എന്താണെന്ന് എനിക്ക് അറിയില്ല. തുറന്നു നോക്കോ. സോനാപ്പപ്പടി. ഇത് ഇവിടെ കിട്ടും. സോനാപ്പപ്പടി എന്നാണ് പറയുന്നത്. ഒന്നും വാങ്ങിയില്ലാതല്ലോ. അപ്പൊ ഞാനത് സോനാപ്പപ്പടി ഓക്കെ. അപ്പൊ അടുത്തത് ഞാൻ ഇനിയിപ്പോ ഹൈദരാബാദിൽ നിന്ന് വാങ്ങിയ സാധനങ്ങൾ കാണിച്ചു തരാം. ഞാൻ വലിയ ഷോപ്പറൊക്കെ കൊണ്ടാ പോയത്. ഞാനൊരു ബാഗ് വാങ്ങി കേട്ടോ. ഒരു ഹാൻഡ് ബാഗ് വാങ്ങി. അവിടെ എല്ലാരും കുറെ പേര് വാങ്ങി ഇങ്ങനത്തെ ബാഗ്. പക്ഷെ കൂടുതലും ആൾക്കാർ വാങ്ങിയത് ചാർമിനാർന്ന് എഴുതിയ ഒരു വലിയ ബാഗ് ഉണ്ടായിരുന്നു. അതാ കൂടുതൽ പേര് 100 രൂപ ഉള്ളായിരുന്നു. പക്ഷെ അത് എനിക്ക് ഇഷ്ടമായി. ഞാനത് കൊണ്ടു നടക്കില്ലോ. ഞാനത് വാങ്ങിയില്ല. ഞാൻ ഒരു ഹാൻഡ് ബാഗ് വാങ്ങി. കുഞ്ഞു ഹാൻഡ് ബാഗ് കളാവോ? നമുക്ക് ഹാൻഡ് ബാഗിനകത്ത് എന്തുണ്ടെന്ന് നോക്കാം. ഇതായിട്ട് ഒരു ചെരുപ്പാണ്. എന്തോ മോന് ചെരുപ്പില്ലേ? അയ്യോ. അപ്പൊ ഈ ചെരുപ്പ് ഞാൻ വാങ്ങിയത് ഉഷയമ്മയ്ക്കാണ് കേട്ടോ. അങ്ങനെ രണ്ടാമത് വീണ്ടും ഒരു ചെരുപ്പാണ്. ഇത് സോനാനിക്ക് വേണ്ടി വാങ്ങിയതാണ്. നല്ല ചെരുപ്പായിരുന്നു കണ്ടിട്ട്. അപ്പോൾ അവള് കൊടുക്കുന്നതിന് മുന്നേ അവള് സ്കൂളിൽ പോയി. അതുകൊണ്ട് അവൾക്ക് കൊടുക്കാൻ പറ്റിയില്ല. അപ്പൊ ഇതാണ് അടുത്ത ചെരുപ്പ്. അടുത്തത് വീണ്ടും ഒരു ചെരുപ്പാണ്. എന്റെ ബാഗ് ശരിക്കും എന്റെ ബാഗ് നിറച്ചും ചെരുപ്പാണ്. ബാഗിനല്ല നിലം പറ്റിയിരിക്കുന്നതല്ലേ. ശരിയാണല്ലോ. എനിക്കൊരു ചെരുപ്പ് പോലും കാര്യം ഇതാണ്. ഇത് മതിയോ? അടുത്ത് ഞാൻ പൊന്നസിന് ഒരു ചെരുപ്പ് വാങ്ങി. കുഞ്ഞു ചെരുപ്പ്
എന്നാ ചേട്ടായി അപ്പൊ അച്ചാച്ചിക്ക് വേണ്ടി കൊടുക്കാറുള്ള പിന്നെ വേറൊരു സാധനം കൂടി ഉണ്ടേ. പൊന്നു സാർ എന്തിയാ നോക്കട്ടെ. അടുത്തായിട്ട് ഞാൻ വാങ്ങിയത് ഒരു കമ്മലാണ് കേട്ടോ. ഒരു കമ്മലല്ല, 2-3 കമ്മലുണ്ടായിരുന്നു. അപ്പോൾ കുറേ കമ്മൽ കണ്ടു, പക്ഷേ എല്ലാത്തിനും ഭയങ്കര വില ആയതുകൊണ്ട് ഞാൻ വാങ്ങിയില്ല. അപ്പോൾ ചെറിയ കുറച്ച് കമ്മലുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ കൂട്ട് കമ്മലാണ് വാങ്ങിയത്. അങ്ങനെ അവസാനമായിട്ട് ഞാൻ വാങ്ങിയതൊരു നൈറ്റിയാണ്. നൈറ്റി അങ്ങനെ ഇടലൊന്നും ഇല്ലെങ്കിലും കണ്ടപ്പോൾ ഒരു ഇഷ്ടം തോന്നി വാങ്ങിയതാണ്. നല്ല പഫ് കൈയൊക്കെ ഉള്ള ഒരു നൈറ്റി ആയിരുന്നു. അപ്പോൾ അതെനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ബനിയൻ തുണിയാണ് കേട്ടോ. ബനിയൻ തുണിയാണ്, നല്ല രസമുണ്ട്, ഇഷ്ടപ്പെട്ടു. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ ഇനിയും വരും. ടാറ്റാ, ബൈ ബൈ, സീ യു.